ഹായ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് ജനമോളായിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എർണിയൻ്റെ സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞ ദിവസമാണ്. ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ട് കാണിക്കാൻ പറഞ്ഞത്. അപ്പം ചൊവ്വാഴ്ച ആകുമ്പോൾ പിന്നെ കട ലീവാക്കി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച പിന്നെ ഏതായാലും കട ലീവാണ്. അപ്പോൾ വെള്ളിയാഴ്ചക്ക് വെച്ചിട്ടാണ് പോക്ക്. പിന്നെ അവൾക്ക് സ്റ്റിച്ച് എടുക്കാനുണ്ട്. സ്റ്റിച്ച് പോയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോയിട്ടില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റിച്ച് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോവുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ റെയിൽവേയിൽ വണ്ടിയൊക്കെ നിർത്തിയതാണ്. ട്രെയിനിനാണ് പോണത്. അവർക്ക് ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാനും ചെന്നമോളായിട്ട് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടൊക്കെ ഇങ്ങനെ നടന്നതാണ്. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ വരാനായിരിക്കണം കേട്ടോ. നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ് കാരണം ട്രെയിനിൽ. ഇപ്പം ട്രെയിനിൽ കയറിയ സീറ്റ് കിട്ടുമോ എന്നുള്ളതും അറിയില്ല. അത്രക്കും ആൾക്കാരുണ്ട് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിനതാ വരുന്നുണ്ട്. പിന്നെ ജനമോൾക്ക് പനിയും ചുമയും നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഈ പോക്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ട്രെയിൻ അത് വരുന്നു. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറട്ടെ. ഇനിയിപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേയിൽ ഇറങ്ങിയാൽ പിന്നെ നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അമ്മയും കുഞ്ഞും മാത്രമുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ എൻ്റെ ജനമോളെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എക്സിലേറ്ററിലാണ് കയറിയത്. ഞാൻ ഇതിൽ കയറൂലായിരുന്നു, എനിക്ക് പേടിയായിട്ട്. അപ്പോൾ കാരണം എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൈ പിടിച്ച് വലിച്ച് അങ്ങനെ കയറിയിട്ട്. അപ്പോൾ കയറിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അതിൽ കയറാൻ ഭയങ്കര പേടിയാണ്. അത് ഞാൻ കയറുകയില്ല. അപ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ ബസ് നിന്നിട്ടും ബസ്സിൽ ഇത്രയും 10ാമത്തെ ബസ്സിലായിട്ടുണ്ട് ഞങ്ങൾ കയറിയത്. അത്രക്കും തിരക്കുണ്ടായിരുന്നു ബസ്സിൽ കയറാൻ ആൾക്കാർ. പിന്നെ ബസ്സിൽ കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് ഒഴിവായും ചെയ്യും. അങ്ങനെ പിന്നെ ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഒഴിവായിട്ട് 11:30 മണിയായപ്പോഴത്തേനും ഒഴിവായിക്കണേ. പിന്നെ അത് തിരിച്ച് വരാൻ വേണ്ടി കോഴിക്കോട് റെയിൽവേയിലാണ് ഇപ്പോൾ. അപ്പോൾ ട്രെയിന് 2 മണിക്കാണ് ഉള്ളത് തന്നെ. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ ജുമാക്കൊക്കെ പോയിട്ട് അങ്ങനെ വന്നിട്ടാണ് പിന്നെ ട്രെയിനിലൊക്കെ കിട്ടിയാൽ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.